നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാണ്. എന്താ ഇവിടെ? സർ, ഇന്നിവിടെ വെച്ച് ഞങ്ങളുടെ കല്യാണമായിരുന്നു. ഇവരെല്ലാരും കൂടി വന്ന് ഞങ്ങളുടെ കല്യാണം മുടക്കി. എന്നെ കെട്ടാനിരുന്ന ആള് ഭീഷണിപ്പെടുത്തി പിടിച്ചോണ്ട് പോവാ. ഈ പറഞ്ഞ ശരിയല്ല സർ. ഇതിന്റെ ബ്രദറാണ് പ്രണവ്. ഇവനെ ചതിയിൽപ്പെടുത്തിയാണ് ഇവിടെ എത്തിച്ചതും കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതും. അതുകൊണ്ടാ സർ ഞങ്ങൾ ഇവനെ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇതിലൊരു ചതിയില്ല സർ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഈ പയ്യന്റെ വീട്ടുകാർക്ക്, അതായത് ഇവർക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല. ഈ കുട്ടികൾ വന്ന് ഞങ്ങളോടൊരു സഹായം ചോദിച്ചു, ഞാൻ സഹായിച്ചു, അത്രേ ഉള്ളൂ. സർ, ഈ പറയുന്നതൊക്കെ കള്ളമാണ്. ഈ നിൽക്കുന്ന സികെക്ക് ഞങ്ങളോട് ബിസിനസ് ശത്രുതയുണ്ട്. അത് കാരണം ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ ഈ വിവാഹം നടത്താൻ നോക്കിയത്. സർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ കൊച്ചുകുട്ടികളെയൊന്നും അല്ല കല്യാണം നടത്താൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. ഇവര് പരസ്പരം ഇഷ്ടത്തിലാ. ഒന്നിച്ച് ജീവിക്കാനായില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാനാ ഇവരുടെ തീരുമാനം. ആ അവസ്ഥയിൽ അവരെ ഒരുമിപ്പിക്കാമെന്ന് ഞങ്ങൾ കരുതി. അതിലിപ്പോ എന്താ സാർ തെറ്റ്? നിങ്ങളാരും ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ? ഇതൊരു പ്ലാനിംഗ് ആണ് സർ. എന്റെ കുട്ടിയെ മനഃപൂർവ്വം ചതിയെ വീഴ്ത്തിയതാ. പ്ലീസ് സർ, ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല സർ. എന്റെ മോന്റെ ജീവിതം തന്നെ നശിച്ചു പോവും. പ്ലീസ് സർ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നോക്കെടുത്തി, ഇത് ചെറുക്കനും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെട്ട് തീരുമാനിച്ചുറപ്പിച്ച് നടത്തുന്ന കല്യാണമാണ്. അല്ല സർ, അങ്ങനെയല്ല. അങ്ങനെയല്ലാന്ന് ഏട്ടത്തി പറഞ്ഞാ മതിയോ? ഈ വിവാഹം തടയാൻ ഏട്ടത്തിക്ക് യാതൊരുവിധ അധികാരവും ഇല്ല. സർ, ഈ നിൽക്കുന്ന പ്രണവ് ഞങ്ങളുടെ മകനാണ്. അവന്റെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അങ്ങനെ അവകാശങ്ങളുടെ കണക്കൊന്നും പറയണ്ട. ഇതിൽ വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല. എന്റെ മോനെ ഈ കല്യാണത്തിന് താല്പര്യമില്ല സർ. എടാ പ്രണവ്, പറയടാ അങ്ങോട്ട്. താല്പര്യമില്ലെന്ന് പറയടാ. പറയൂ പ്രണവ്. സർ, ഇവര് വെറുതെ പറയുന്നതാണ് സർ. ഇവൾ എന്റെ മകളാ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. താലി കെട്ടാൻ മണ്ഡപത്തിൽ കയറി ഇരുന്നതാ ഇവര്. അപ്പോഴേ ഈ പ്രണവിന്റെ അമ്മ, അതായത് ഇവര് വിഷം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇവരെ വിളിച്ചോണ്ട് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. വിഷമോ? അങ്ങനെയൊക്കെ നടന്നോ? നടന്നു സർ, തെളിവുണ്ട്. എവിടെയത്? നോക്ക് സർ. എന്തൊക്കെയായി കാണിക്കുന്നേ? ഇതൊക്കെ ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് അറിയില്ലേ? വിവാഹം നടക്കുന്ന സ്ഥലത്ത് വന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ആ വിവാഹം തടയാൻ നോക്കിയെന്ന് പറഞ്ഞ് ഞാനൊരു കേസ് അങ്ങ് ചാർജ് ചെയ്താലുണ്ടല്ലോ, അകത്താകാൻ പോകുന്നത് നിങ്ങളൊക്കെയാണ്. മനസ്സിലായോ? സാർ, അവസ്ഥ മനസ്സിലാക്കണം സാർ. അമ്മയ്ക്ക് എങ്ങനെ ചെയ്യേണ്ടി വന്നത് ഈ മകനോടുള്ള സ്നേഹത്തിന്റെ പേരില്ല. ഇവനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നിങ്ങൾ ഈ ചെയ്തത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. എനിക്ക് ഉത്തരം കിട്ടേണ്ടത് ഈ പയ്യനിൽ നിന്നാണ്. ഈ പയ്യന്റെ പേരെന്താന്നാ പറഞ്ഞേ? പ്രണവ്. ആ, പ്രണവ് പറഞ്ഞോ. ഇയാൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ? സമ്മതമാണെന്ന് പറ, പ്ലീസ്. ഇല്ല സർ, അവനൊരു താല്പര്യമില്ല. എടാ, പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. പയ്യന്റെ അമ്മ ഇതിൽ ഇടപെടണ്ട. അനിയ, നീ പറ, നിനക്ക് ഈ പെങ്കൊച്ചിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? പ്രണവ്, പ്ലീസ് പ്രണവ്, നീ ആരെയും പേടിക്കണ്ട. നിയമം നോക്കാൻ ഇവിടെ ഈ ഓഫീസറുണ്ട്.
നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് തുറന്നു പറയ. അതേ ഇവിടെ നടക്കൂ. ഞാനാ പറയുന്നത്. വസു, എടാ പ്രണവേ, ഒന്ന് പറയടാ, എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന്. ഒന്നും സംഭവിക്കില്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം. പറയടാ, പറ. എടാ, പറയടോ, തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടോ? ഉണ്ട്, എനിക്ക് താല്പര്യമുണ്ട് സാർ. എന്താ സാർ, ഇത്രയും കേട്ടാ പോരെ? എനിക്ക് ശിവാനി ഇഷ്ടമാണ്. പക്ഷേ എന്റെ വീട്ടുകാർക്ക് ആർക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ല. എല്ലാവരും എതിർത്തപ്പോഴും ഈ നിൽക്കുന്ന എന്റെ ആന്റിയും CKC സാറും ജ്യോതി ആന്റി മാത്രമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. സാർ, ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ തന്നെയാണ് താല്പര്യം. എന്താ സാർ ഇത്? ആ പയ്യൻ പറയുന്നത് കേട്ടില്ലേ? സാറിനെ എനിക്കറിയാം, വലിയ ബിസിനസ്സുകാരനൊക്കെ അല്ലേ, കാര്യങ്ങളും നിയമവും ഒക്കെ അറിയുന്ന ആളല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നാട്ടുഭാഷയെ പറഞ്ഞാൽ ആള് വളർന്നതിനനുസരിച്ച് മൂള് വളർന്നില്ല സർ, അതാ കുഴപ്പം. പോലീസിനെ ഇവിടെ എത്തിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നത് ഞാനാ. എന്റെ ബുദ്ധിക്കൊപ്പം വളർന്നിട്ടില്ല ഗൗതം നീ. സർ, ഈ പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹം നടത്തുന്നതിന് ഞങ്ങൾ പോലീസിന്റെ സഹായം ആവശ്യപ്പെടുകയാണ്. പ്ലീസ് സർ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവർക്ക് വേണ്ട സഹായം ഒന്ന് ചെയ്തു കൊടുക്കണം. നോക്ക്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരും മേജറാണ്. ഈ വിവാഹം തടയാൻ ആർക്കും അധികാരമില്ലെന്നർത്ഥം. ഇനിയിപ്പോ അത് അച്ഛനോ അമ്മയോ ആയാൽ പോലും. ഇനിയും വിവാഹം തടയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ചെയ്യേണ്ടി വരും. സർ പ്ലീസ് സർ, അങ്ങനെ പറയരുത്. ഇതെന്റെ മോന്റെ ജീവിതത്തിന്റെ പ്രശ്നം. അവന്റെ ജീവിതം തന്നെ തകർന്നു പോകും. ഈ പെണ്ണെന്റെ മകനെ വിവാഹം കഴിക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാ. ഞങ്ങളുടെ കുടുംബം തകർക്കാനാ സാർ. വേണ്ട സാർ, ദയവ് ചെയ്ത് ഇത് നടക്കാൻ അനുവദിക്കരുത്. എന്താ ഇത്? നിങ്ങൾ ഈ പറയുന്നതൊന്നും ഒരു ന്യായമല്ല. പ്രായപൂർത്തിയായ രണ്ടുപേര് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അത് മുടക്കാനുള്ളതാണോ പോലീസ്? സർ, മുഹൂർത്തം കഴിയാൻ ഇനി അധിക നേരമില്ല. അതിനു മുമ്പ് താലികെട്ട് നടത്തണം. ഇല്ല, എന്റെ മോനെ ഞാൻ വിട്ടു തരില്ല. മോനെ പോകരുത്, നീ ഇത് ചെയ്യരുത്. എന്റെ ജീവിതം നശിച്ചു പോകും മോനെ. എടുത്തി പറയുന്നൊന്ന് കേക്ക് മോനെ. സർ, സമയം പോകുന്നു, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതെ, എല്ലാവരും ഒന്ന് മാറിക്കൊടുത്തേ. ചടങ്ങ് നടക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്റെ മോനെ, അമ്മ പറയുന്നൊന്ന് കേക്ക് മോനെ. പോലെ നീ വിളിക്കണ അവനെ. ഉണ്ടെന്ന് പറ അവനോട്. പാറു, പാറു, പാറു.